നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുത്ത ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം നേട്ടമുണ്ടായിട്ടുണ്ട്, എന്തെല്ലാം കോട്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തുന്ന ഒരു വേള കൂടിയാണിത്. തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ? ഇന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസാരഥികളാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ഷൈജൽ എടപ്പറ്റയാണ് UDFൻ്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ LDFൽ നിന്നും C സ്വാമിദാസനാണ് ഈ പരിപാടിയുടെ ഭാഗമായി എത്തിയിട്ടുള്ളത്. രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 2020 നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നവംബർ 1 ചുമതലയേൽക്കേണ്ടിയിരുന്ന ഭരണസമിതി എല്ലാ സ്ഥലങ്ങളിലും ഡിസംബറിലാണ് ഭരണമേറ്റത്. അതിനുശേഷം ഏകദേശം 5 വർഷത്തോളമായി ഈ ഭരണസമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾക്ക് അനുകൂലമായി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്, ജനങ്ങൾക്ക് അനുകൂലമായി വേണ്ടിയിരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കാതെ പോയി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന ഈ പരിപാടിയിൽ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള ഷൈജലയുടെ പറ്റിയാണ് ആദ്യം സ്വാഗതം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ എന്തെല്ലാം ഭരണ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി UDFൻ്റെ ഭാഗത്തു നിന്ന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത്? നമസ്കാരം. 2020 ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ 5 വർഷക്കാലം പൂർത്തീകരിച്ചുകൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, കോവിഡിന്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകളും പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകളുമൊക്കെ പരമാവധി ലഭ്യമാക്കിക്കൊണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമായും നമുക്കറിയാം, ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ലൈഫ് ഭവന പദ്ധതി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ലൈഫ് ഭവന പദ്ധതിയിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും കൂടി 1200ഓളം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ആ 1200 അപേക്ഷകർക്കും മുഴുവനായും വീട് കൊടുക്കാൻ വേണ്ടി സാധ്യമായി എന്നുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ്. ലൈഫ് ഭവന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം, അതുപോലെ തന്നെ ഹഡ്കോയിൽ നിന്ന് വായ്പയായി നമുക്ക് ലഭ്യമാകുന്ന, അന്ന് 2,20,000 ആയിരുന്നു, ഇപ്പൊ 2 ലക്ഷം രൂപയാണ്. അത് പരിപൂർണമായി തിരിച്ചടയ്ക്കേണ്ടത് പഞ്ചായത്താണ്. അതിന്റെ പലിശ സംസ്ഥാന സർക്കാരാണ് ലഭ്യമാകുന്നത് എങ്കിൽ പോലും ഗ്രാമപഞ്ചായത്ത് കൊടുക്കേണ്ട ഫണ്ട് പരിപൂർണമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു പല പദ്ധതികളും നമുക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് മാറ്റിവെച്ചുകൊണ്ട് പരമാവധി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുള്ള മുഴുവൻ ലൈഫ് ഗുണഭോക്താക്കൾക്കും വീട് കൊടുക്കാൻ 1200ഓളം വീടുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇനിയും സ്ഥലവും വീടുമില്ലാത്ത ഏകദേശം 286ഓളം അപേക്ഷകരുണ്ട്. ആ ആളുകൾക്ക് കൂടി സ്ഥലം വാങ്ങുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്നത്. അതിനും സർക്കാർ നിർദ്ദേശിച്ച ആ ഒരു എണ്ണം ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്തായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് നമുക്കറിയാം, പാർപ്പിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള വീടുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, മുമ്പ് കാലങ്ങളിൽ പണി കഴിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ
പഴയ വീടുകൾ, ചോർന്നൊലിക്കുന്ന വീടുകൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 5 വർഷക്കാലത്തിനിടക്ക് 5 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഒരു വാർഡിനകത്ത് 50 വീട് റിപ്പയർ നടപ്പിലാക്കി കഴിഞ്ഞു. 5 കോടി ചെലവഴിച്ച് ഏകദേശം 1250ഓളം വീടുകളുടെ റിപ്പയർ നടത്താൻ വേണ്ടി നമുക്ക് സാധ്യമായി. അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഗ്രാമീണ റോഡുകളുടെ പ്രയാസങ്ങളാണ്. ആ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നങ്ങൾ 90% പരിഹരിക്കാൻ വേണ്ടി സാധ്യമായി. 5 വർഷത്തിനിടക്ക് ഏകദേശം 20 കോടി രൂപയോളം മെയിൻ്റനൻസ് ഗ്രാന്റും അതുപോലെ തന്നെ തനത് ഫണ്ടും ഉപയോഗപ്പെടുത്തി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധ്യമായി. അതിനെല്ലാം അപ്പുറത്ത് നമുക്കറിയാം, മറ്റു മേഖലകളിൽ ഇപ്പോ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി പ്രവർത്തനങ്ങൾ സാധാരണ മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ടാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തതായി നമ്മൾ അറിയുന്നത്. പക്ഷെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അവർക്ക് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരമുള്ള ആ തുക മുഴുവനായി ഏകദേശം 45 ലക്ഷം ഉറുപ്പികയാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതമടക്കം ഗ്രാമപഞ്ചായത്ത് ഓരോ വർഷവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയ ഉപകരണങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും ആ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ഉപകരണങ്ങളാണോ വേണ്ടത് ആ ഉപകരണങ്ങൾ പരിപൂർണമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണന നമ്മൾ ആ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് പരിരക്ഷാ പാലിയേറ്റീവ് പദ്ധതി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 365ഓളം വരുന്ന കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പരിരക്ഷാ പാലിയേറ്റീവ് പദ്ധതി ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരു യൂണിറ്റ് മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് 30,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളിൽ 2 യൂണിറ്റ് ആക്കാം എന്നുള്ള ഉത്തരവ് വന്നതുകൊണ്ട് 2 യൂണിറ്റ് ആക്കി 2 വാഹനവും 2 സിസ്റ്റർമാരും സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഏകദേശം 20-25 ലക്ഷം ഉറുപ്പിക ഒരു സാമ്പത്തിക വർഷം നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായി പരിരക്ഷാ പാലിയേറ്റീവ് വളരെ മാതൃകാപരമായ പദ്ധതിയായി നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് 60 വയസ്സ് പൂർത്തിയായ ആളുകൾ, വൃദ്ധരെന്ന് പറയുന്ന ആളുകൾ. അവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഇപ്പോ മുടപ്പലാശ്ശേരിയിൽ ഒരു പകൽ വീട് പകൽ സമയങ്ങളിൽ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പോയി ഇരുന്ന് സംസാരിക്കുവാനും പത്രം വായിക്കുവാനും അവർക്ക് സൗഹൃദം പങ്കിടുവാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് 9ാം വാർഡിലെ മുടപ്പലാശ്ശേരിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ ഒരു പകൽ വീടിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ 19ാം വാർഡിലെ ഒട്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പകൽ വീട് അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വൃദ്ധർക്ക് വേണ്ടി സാധാരണ കട്ടിലും മറ്റു കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നതിന് അപ്പുറത്ത് കഴിഞ്ഞ വർഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 60 വയസ്സ് കഴിഞ്ഞ കേൾവി ശക്തി കുറവുള്ള എല്ലാ ആളുകളുടെയും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്ത് മെഡിക്കൽ ക്യാമ്പിൽ ഇയറിംഗ് എയ്ഡ് ആവശ്യമാണ് എന്ന് എഴുതിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഏകദേശം 12 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇയറിംഗ് എയ്ഡ് നൽകിയിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ്. അതേപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെട്ട നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന് പ്രത്യേകം പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം എന്ന നിലയ്ക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ, ഇപ്പോ മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് നമ്മുടെ പഞ്ചായത്തിനകത്ത് കോളേജുകൾ, ഡിഗ്രിക്ക് അതുപോലെ തന്നെ അതിന് മുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം എത്ര രൂപയാണോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അത് പരിപൂർണമായി കൊടുത്തിട്ടുള്ള 5 വർഷക്കാലമായി കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ 2 വർഷം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഗ്രാമപഞ്ചായത്താണ് ആ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം ഇങ്ങോട്ട് നമുക്ക് ലഭ്യമാകുകയാണ്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനകത്ത്, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് SC വിഭാഗത്തിൽപ്പെട്ട എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഈ ആനുകൂല്യം വാങ്ങാൻ വേണ്ടി അർഹതയുള്ളവർ, അവർക്ക് മുഴുവനായി 28 ലക്ഷം രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി ഒരു വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് നീക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ SC വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ധനസഹായത്തിന് വേണ്ടി 1.25 ലക്ഷം രൂപയാണ് കൊടുക്കാൻ വേണ്ടി പുതിയ ഉത്തരവാദ്യം 75,000 ആയിരുന്നു. അത് 1.25 ലക്ഷമാക്കി ഉയർത്തിയപ്പോ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും.
നമുക്കറിയാം SC ഡിപ്പാർട്ട്മെന്റിലൊക്കെ അപേക്ഷ കൊടുത്ത് കാലങ്ങളോളം കാത്തുനിന്ന് തുക കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് എത്ര അപേക്ഷകരാണോ കല്യാണം കഴിഞ്ഞ് അപേക്ഷ നൽകിയിട്ടുള്ള അവർക്ക് പരിപൂർണമായി കൊടുക്കാനുള്ള തുക ഓരോ സാമ്പത്തിക വർഷം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ 4 സ്കൂളുകളാണ് LP സ്കൂളുകൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 4 സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവിടെ 4 സ്കൂളുകളിലേക്കും NRGS ഉൾപ്പെടുത്തിക്കൊണ്ട് കിച്ചൺ ഷെഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ മറ്റു ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനകത്ത് 50 അംഗനവാടികളുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50 അംഗനവാടികളുണ്ട്. ആ 50 അംഗനവാടികൾക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 10 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കെട്ടിടമില്ലാത്ത മുഴുവൻ അംഗനവാടികൾക്കും കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സാധ്യമായി എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. ഒരു അംഗനവാടിയുടെ കെട്ടിടത്തിന്റെ പണി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതിന്റെ വർക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ എത്തിയപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി എന്ന് ഒഴിച്ച് ബാക്കിയുള്ള 50 അംഗനവാടികളും സ്വന്തം കെട്ടിടത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഭരണസമിതിയുടെ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. ഓക്കെ, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ അതിലെല്ലാം കൈവച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് നിലവിലെ ഭരണസമിതി നടത്തിയതെന്നാണ് UDF പ്രതിനിധി ഷൈജിൽ എടപ്പറ്റ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭരണസമിതി നടത്തുമ്പോൾ അതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനെ ഓഡിറ്റ് ചെയ്യേണ്ടത് എതിർകക്ഷിയായിട്ടുള്ള LDF ആണ്. LDF പ്രതിനിധിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? LDF പല പ്രക്ഷോഭങ്ങളും ഗ്രാമപഞ്ചായത്തിലോട്ട് സമരങ്ങളും മാർച്ചുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൈജിൽ എടപ്പറ്റ പറയുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ തന്നെ നിരവധി പ്രക്ഷോഭങ്ങളും LDFൻ്റെ ഭാഗത്തു നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തായി സോഷ്യൽ ഓഡിറ്റ് തുടങ്ങിയ പരിപാടികളെല്ലാം LDF നടത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വികസന നേട്ടങ്ങളെ LDF കുറച്ച് കാണുന്നത്? വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വിവിധ സർക്കാരുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് 2020-21 സാമ്പത്തിക വർഷം മുതൽ 2024-25 സാമ്പത്തിക വർഷം വരെ ലഭിച്ചിട്ടുള്ള മൊത്തം ഫണ്ടിൽ നിന്ന് 99,10,57,063 രൂപ ഓരോ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴും ഈ പഞ്ചായത്തിന് ചിലവഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. കൃത്യമായിട്ട് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കുകയോ അടിസ്ഥാന വികസന രംഗത്ത് പോലും ഒന്ന് മുന്നേറാൻ വേണ്ടി സാധിക്കുകയോ ചെയ്യാത്ത ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവിധ സർക്കാരുകൾ നിർബന്ധമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കേണ്ടിയിരുന്ന പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ച് ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതിയാണ്. വീടില്ലാത്ത ഒരു കുടുംബം പോലും ഈ സംസ്ഥാനത്ത് ഉണ്ടാവരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ മുൻപിൽ നിന്നിരുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പിന്നെ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കളെ മുഴുവൻ വിളിച്ച് എഗ്രിമെന്റ് വെക്കാൻ തയ്യാറാവാത്തതിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ ബോർഡിനകത്തും പുറത്തും ഉണ്ടായിട്ടുള്ളത്. ഒരു വേള പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് യോഗം നടക്കുന്ന ഹാള് അടച്ചുപൂട്ടി ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെക്കണമെന്ന തീരുമാനമെടുത്തെങ്കിലേ നിങ്ങളെ തുറന്നു വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിക്കൊണ്ട് 385ഓളം ഗുണഭോക്താക്കൾക്ക് ലാസ്റ്റ് എഗ്രിമെന്റ് വെക്കാൻ തീരുമാനമായി. അപ്പോഴേക്കും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും
എഗ്രിമെന്റ് വെച്ച് സ്റ്റേറ്റ് ഷെയർ വാങ്ങി ലോൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ആ തീരുമാനമെടുത്ത് പിന്നെ ഈ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എഗ്രിമെന്റ് വെക്കൽ നടപടി പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ 385ഓളം കുടുംബങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഹഡ്കോ ലോണ് ലഭിക്കാതെ നിൽക്കുകയാണ്. അത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് എഗ്രിമെന്റ് വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോവാത്തതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന വികസന രംഗത്ത് കർഷകരെ സഹായിക്കുന്ന ഒരു നിലപാടും എടുക്കാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാർ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാർഷിക വിപണനം നടത്തുന്നതിനുള്ള ഒരു കാർഷിക വിപണന കേന്ദ്രവും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ നമ്മുടെ കേര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കൊപ്ര സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആ കൊപ്ര സംസ്കരണ യൂണിറ്റ് ഇന്നും അവിടെ കാട് പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം പഞ്ചായത്തിന് നൽകിയിട്ടും തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട്. അതേപോലെ തന്നെ നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് മാത്രം ആ കാര്യത്തിൽ ഒരനക്കം പോലും ഇതുവരെ അനങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ്ട് 9,38,94,825 രൂപയാണ് കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാർ ഈ ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളത്. അതില് 4,99,25,951 രൂപ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു എഞ്ചിനീയറിംഗ് വിങ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ട് പോലും ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടും ഒരു സംവിധാനവും ഏർപ്പെടുത്താത്ത പഞ്ചായത്താണ് നമ്മുടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. വനിതകൾ നമ്മുടെ വാണിയമ്പലം, വണ്ടൂര് തുടങ്ങിയിട്ടുള്ള ടൗണുകളിലെത്തിയാൽ ഈ ഷീറ്റ് ടോയ്ലറ്റിന്റെ കാലഘട്ടത്തിൽ പോലും മാന്യമായിട്ട് അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സംവിധാനം പോലും ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡുകളിലോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ പദ്ധതിയിലല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ഇത്തരത്തിലുള്ള ശുചിമുറികൾ നന്നാക്കിക്കൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാന്യമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ട് ഇന്നും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഇത്തരം സംവിധാനങ്ങൾ ലോട്ടറി കച്ചവടങ്ങളും അതേപോലെ മറ്റു കച്ചവടങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ, സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും നമ്മുടെ തെരുവുനായ ശല്യം കൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾക്കാണ് അപകടം പറ്റിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെ അടക്കം കടിച്ചു കീറുന്ന സംവിധാനം ഈ തെരുവുനായക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് സംസ്ഥാന സർക്കാർ കർശനമായിട്ടും നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന തെരുവുനായകളെ പിടിച്ച് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അതിനകത്ത് ഭക്ഷണം കൊടുത്ത് ഈ പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കാൻ ഇന്നും ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് അത് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു PHC ഇല്ലാത്ത പഞ്ചായത്താണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വാണിയമ്പലത്തോ കാരാടോ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ഇതുവരെ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ യുവാക്കളോട്
വളരെ അനീതിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കളെ അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആധുനിക രീതിയിൽ ഉള്ള ഒരു കളിസ്ഥലം പോലും ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇല്ല എന്ന് മാത്രമല്ല, സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തേണ്ട കേരളോത്സവം പോലും വേണ്ട രീതിയിൽ നടത്താൻ സാധിക്കാതിരിക്കുകയും ആ കേരളോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്യാൻ പോലും സാധിക്കാത്ത ഗ്രാമപഞ്ചായത്താണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാത്ത പഞ്ചായത്തുകൾക്ക് വാർഷിക പദ്ധതികൾക്ക് അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടപ്പിലായിട്ടുള്ള ഒരു പദ്ധതിയാണത്. അത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വണ്ടർഫുൾ വണ്ടൂർ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിരവധിയായിട്ടുള്ള പഞ്ചായത്ത് ഉടമസ്ഥതയുള്ള ഭൂമി ഉണ്ടായിട്ട് പോലും ഒരു സ്വകാര്യ വ്യക്തിക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് മാസം 50,000-ഓളം രൂപ വാടക കൊടുത്തുകൊണ്ടാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് MCF പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും മിനി MCFകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ഈ ഗ്രാമപഞ്ചായത്തിനകത്തെ മറ്റൊരു വാർഡുകളിലും മിനി MCFകൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായി 2-3 വാഹനങ്ങൾ ആവശ്യമുള്ള ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു വാഹനം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ഡ്രൈവറായി വെക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. പുറമേ നിന്ന് ഡ്രൈവറെ എടുത്തിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഈ റോഡ്, വെള്ളം, അതേപോലെ വീട്, ഈ ലൈറ്റ്, ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ 4.5 വർഷം മുന്നോട്ട് പോയത്. സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതി ഏറ്റെടുക്കാത്തതിന്റെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് സാധിച്ചിട്ടില്ല. ഈ അവസാന വർഷത്തിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് വാണിയമ്പലം മേഖലയ്ക്കകത്ത് പൂർണ്ണമായിട്ടും വെക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റു മേഖലകൾ ഇപ്പോഴും ഇരുട്ടില്ല. അതേപോലെ 4 വർഷങ്ങൾക്ക് മുന്നേ കെട്ടിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ മെയിൻ്റനൻസ് ഓരോ വർഷത്തിലും ഫണ്ട് വെക്കുക, പദ്ധതി നടപ്പിലാക്കാതെ അണഞ്ഞ ലൈറ്റുകൾ ഇതുവരെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. ഈ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് പരിവാർ സംഘടനകളുടെ ഇടപെടലിന്റെ ഭാഗമായി ഭിന്നശേഷി കലോത്സവം നടക്കുന്നു എന്നതൊഴിച്ചാൽ 9 വർഷങ്ങൾക്ക് മുൻപ് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞതിന്റെ മുന്നത്തെ ബോർഡ് മീറ്റിംഗിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, ബഡ്സ് സ്കൂള് ഇന്നും തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ വയോജനങ്ങൾ 2 പകൽ വീടുകളാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. ഒന്നിവിടെ കൊട്ടമ്പാറ 19-ാം വാർഡിലുള്ള പകൽ വീട് 7 വർഷമായിരുന്നു അത് പണി പൂർത്തീകരിച്ച് ഒരു പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തിട്ട്. അതേപോലെ തന്നെ നമ്മുടെ 9-ാം വാർഡിലുള്ള പകൽ വീട്, ഇത് രണ്ടും പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തുറന്നു കൊടുത്തു എന്നുള്ളതല്ലാതെ അതിലേക്ക് വേണ്ട ഒരു പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്തിട്ടില്ല. വരുന്ന ആളുകൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സംവിധാനമില്ല. അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതേപോലെ തന്നെ വിനോദകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു TV പോലും വെക്കാൻ വേണ്ടിയിട്ട് ഈ പകൽ വീട്ടിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പകൽ വീടുമായിട്ട് വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്, തനത് പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല എന്നാണ് LDF അംഗം പറയുന്നത്. ആ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട്, അതിൽ പോരായ്മകളുണ്ട് എന്നാണ്
LDF അംഗം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് പകൽ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള BRC തുടങ്ങിയ എല്ലാ പ്രൊജക്റ്റുകളും നടപ്പിലാക്കുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട്. ചില പ്രൊജക്റ്റുകൾ 2 തവണ ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ കൊട്ടമ്പാറയിലെ പകൽ വീട് 7 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്, വീണ്ടും ഈ മാസം വീണ്ടും ഒരു ഉദ്ഘാടനം നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഭരണത്തിൽ? ഇത് തികച്ചും അടിസ്ഥാനപരമായ ആരോപണമാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ 5 വർഷക്കാലത്ത് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 23 മെമ്പർമാരുടെയും സഹായത്തോടെ തന്നെയാണ് അത് നിരസിക്കുന്നില്ല. 100% നികുതി പിരിച്ചെടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ്. 100% നികുതി എന്ന് മാത്രമല്ല, പഞ്ചായത്തിലേക്ക് ലഭ്യമാകേണ്ട തൊഴിൽ നികുതി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ അടവേക്കേണ്ട നികുതി, തൊഴിലാളികൾ അടവേക്കേണ്ട നികുതി ഉൾപ്പെടെ, വാടക ഉൾപ്പെടെ 1 രൂപ പോലും പെൻഡിങ് വെക്കാതെ 100% 5 വർഷക്കാലം പിരിച്ചെടുത്ത ഒരു അതിനർത്ഥം ഗ്രാമപഞ്ചായത്തിന്റെ തനത് വരുമാനം 1 രൂപ പോലും നഷ്ടപ്പെടാതെ തിരിച്ചെടുത്തുകൊണ്ട് അത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ സൂചിപ്പിച്ചു, പഞ്ചായത്തിന് ലഭ്യമായ ഫണ്ട് മാർച്ച് 31 ചിലവഴിക്കാതെ അത് നഷ്ടപ്പെടുത്തിയെന്ന് ഇവിടെ സംസ്ഥാനത്തിൽ ആരോപിക്കേണ്ടായി. അതിൽ കാര്യം മനസ്സിലാക്കേണ്ടത്, ബജറ്റ് അപേക്ഷ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുന്ന ഫണ്ട് വലിയ തുകയായിരിക്കും. ഗ്രാമസഭകൾ ചേർന്ന് പദ്ധതി രൂപീകരിച്ച് ഓരോ മെമ്പർമാരും 28 ലക്ഷം രൂപ ഓരോ വാർഡിലേക്ക് റോഡ് വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച് ബോർഡ് വെച്ച് അതിന്റെ പദ്ധതി രൂപീകരിച്ച് പിന്നീട് ഒരു 3 മാസക്കാലം കഴിയുമ്പോൾ സർക്കാരിന് ഒരു ഉത്തരവ് വരികയാണ്, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫണ്ടില് കുറവ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 8, 9, 10, 15 ലക്ഷം കോടി രൂപ തരുന്നത് ആ പദ്ധതിയുടെ അവസാന വർഷമാകുമ്പോഴേക്ക് അത് 3 കോടി 2.5 കോടിയായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു വർഷം തരുന്ന പൈസ, ഞാൻ 2010 മുതൽ 15 വരെ പഞ്ചായത്ത് മെമ്പറായ ആളാണ്. ആ ഒരു സാമ്പത്തിക വർഷം 80% പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കി 20% കൂടി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്തു തരും. ഇവിടെ മാർച്ച് 31 വരെ ചെലവഴിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന തുക ജനുവരി മാസം മുതൽ ട്രഷറി ബാനാണ്. 5 ലക്ഷം രൂപയുള്ള ബില്ലെടുക്കും. പിന്നെ അത് ഫെബ്രുവരി ആകുമ്പോൾ 1 ലക്ഷത്തിലേക്ക് ചുരുക്കും. 25, 26 തീയതി, മാർച്ച് 25, 26 തീയതി ആകുമ്പോഴേക്ക് ട്രഷറി ബാനാണ്. കൃത്യമായി സർക്കാർ ഉത്തരവിറക്കുകയാണ്. 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെ എടുക്കുന്ന ബില്ല് മാത്രമേ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബില്ല് അതിനു മുമ്പ് സമർപ്പിക്കണമെന്ന് കൃത്യമായി സർക്കാർ ഉത്തരവ് ഇറക്കുകയാണ്. എന്നിട്ട് മാർച്ച് 29-നും 30-നും പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടുള്ള തുക തരികയാണ്. ആ തുക എങ്ങനെ ചെലവഴിക്കാൻ വേണ്ടി സാധിക്കും? അത് സർക്കാർ തിരിച്ചടക്കുകയാണ്, പഞ്ചായത്ത് ചെലവഴിച്ചില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 85%, 90%, 92% എക്സ്പെൻഡിച്ചർ ഓരോ വർഷവും ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ 2 തവണ ഈ ഗ്രാമപഞ്ചായത്തിന് 100% SC/ST ഫണ്ടുകൾ ചെലവഴിച്ചതിനുള്ള പ്രത്യേകമായ അവാർഡ് തന്നിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ ഇവിടെ പറയുകയുണ്ടായി, ടേക്ക് എ ബ്രേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂരിലെ 2 ബസ് സ്റ്റാൻഡുകളിലും കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് ടേക്ക് എ ബ്രേക്കിന്റെ ടോയ്ലറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പ്രൊജക്ട് കൊണ്ടുവന്നത്. അത് വണ്ടൂരിലുള്ള ഒരു സംസ്ഥാന പാത കടന്നു പോകുന്നുണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു ജില്ല ഒരു പാത കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഒരു ഉൾപ്രദേശത്ത്, അതൊരു ക്ഷേത്രത്തിനുള്ളിൽ ഈ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം സ്ഥാപിച്ചിട്ട് എന്താണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഉള്ളേരിയയിൽ, അതുതന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, അവിടേക്ക് വരുന്ന വിശ്വാസികൾക്ക് മാത്രം, അല്ലെങ്കിൽ അവർക്ക് ദർശനത്തിന് വരുന്നവർക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. അത് പൊതുജനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലൊരു സംസ്ഥാന പാതയോരത്തല്ലേ അത് നിർമ്മിക്കേണ്ടത്? ടേക്ക് എ ബ്രേക്ക് പദ്ധതി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ മഞ്ചേരി റോഡിലെ ബോയ്സ് സ്കൂൾ പരിസരത്ത് ആണ് ആദ്യം തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ അവിടെ സ്ഥലമില്ല, സ്വന്തമായി സ്ഥലമില്ല. പിന്നീട് ആ സ്ഥലം നമുക്ക് ലഭ്യമാകേണ്ടത് ഒന്നെങ്കിൽ പൊതുമരാമത്ത് വകുപ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ അധികാരികളാണ്. ഇത് 2 സംവിധാനത്തോടും നമ്മൾ സ്ഥലം ആവശ്യപ്പെടണം, നമുക്ക് സ്ഥലം ലഭ്യമായില്ല. ഇവിടെ ക്ഷേത്രത്തിനകത്ത് ടേക്ക് എ ബ്രേക്ക് സ്ഥാപിച്ചത് ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് സാരഥികളെ സമീപിച്ച് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യം പരിശോധിച്ചപ്പോ
അത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് അതിന്റെ പരിപാലനം അതുപോലെ തന്നെ ബന്ധപ്പെട്ട കരാറ് വ്യക്തമായി വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ സർക്കാരിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് കാരാട് ക്ഷേത്രത്തിനും അതുപോലെ തന്നെ ഇപ്പൊ മുളപ്പിലാശ്ശേരി ക്ഷേത്രത്തിനും നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ എവിടെ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തയ്യാറാണ്. സ്ഥലം ലഭ്യമാകുന്ന സ്ഥലത്ത് എവിടെ ഒരു വർഷം ഒരു ടേക്ക് ബ്രേക്ക് പദ്ധതി ഏറ്റെടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ ആ രീതിയിൽ എവിടെ അതിന് സ്ഥലം സൗകര്യമായാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇപ്പോ ഈ 2 അമ്പല കമ്മിറ്റിക്കാരും ഇതിനു വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ് വാണിയമ്പലം ടൗൺ സ്ക്വയർ. ഇനി ഈ ഒരു ചർച്ചയിൽ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം അതിനൊരു പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വണ്ടൂർ പഞ്ചായത്ത് നിർമ്മിച്ച് അവിടെ കിടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാതെ. അതിപ്പോൾ LDF അംഗം ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ട് അത് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല ഗ്രാമപഞ്ചായത്തിന്? ഇവിടെ ടൗൺ സ്ക്വയറിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായി അടഞ്ഞു കിടന്ന ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഭൂമിയിൽ DTPC 4.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം. അതിന്റെ ഉടമസ്ഥാവകാശം അത് നിർമ്മിക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തത് ആ ഭൂമി പഞ്ചായത്ത് നഷ്ടപ്പെടാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തിരിച്ചു നൽകണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഉടമസ്ഥാവകാശ തർക്കം വന്നു. നമ്പർ ഉണ്ടെന്ന് DTPCയുടെ പേരിലിടണം എന്ന് DTPC ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഇടുള്ളൂ എന്ന് ഗ്രാമപഞ്ചായത്ത് ബോർഡ് തീരുമാനപ്രകാരം എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അത് 9 വർഷക്കാലം നീണ്ടുപോയത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്ത് വകുപ്പിന്റെയും ഒരൊറ്റ പരിഹരിച്ചല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ സർക്കാർ തന്നിട്ടുള്ള ഈ ഉത്തരവ് നേരത്തെ തരികയായിരുന്നെങ്കിൽ അന്ന് മുതലേ പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ കൂടെയുണ്ട്. ഈ തന്നിട്ടുള്ള ഉത്തരവ് നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഏറ്റെടുക്കാൻ അതുകൊണ്ട് ഇപ്പൊ ഉത്തരവ് തന്നു, നമുക്കത് ഏറ്റെടുക്കാൻ വേണ്ടി സാധ്യമായി. റീഹാബിലിറ്റേഷൻ സെന്ററിന് നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി വെച്ച് സമർപ്പിച്ച് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ കുടുംബശ്രീയിൽ നിന്ന് 12 ലക്ഷം രൂപയും അനുവദിച്ച് അതിന്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതൊക്കെ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി സമർപ്പിച്ച് അത് നമ്മൾ പർച്ചേസിന് വേണ്ടി കൊടുത്തു. അവിടേക്ക് ആവശ്യമായ 2 ജോലിക്കാരുടെ അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ പൂർത്തിയാക്കി 24-ാം തീയതി അതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 4-ാം തീയതി അതിന് ഉദ്ഘാടനം തീരുമാനിച്ചതായിരുന്നു. അതിലേക്ക് ആവശ്യമായ മെറ്റീരിയൽ, അതായത് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വൈകിയത് കൊണ്ട് 24-ലേക്ക് ഉദ്ഘാടനം മാറ്റി. അപ്പോ ഒരു പ്രൊജക്ട് പൂർത്തിയായിട്ട് 9 വർഷം നമ്മൾ കാത്തിരിക്കണം ഉദ്ഘാടനം ചെയ്യാൻ. പ്രൊജക്ട് പൂർത്തിയായിട്ടില്ല. അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കെട്ടിടം, പഴയ കൃഷി ഓഫീസ് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലെ തൊണ്ടിയിലെ ഒരു കെട്ടിടം അതിനു വേണ്ടി മെയിൻ്റനൻസ് പ്രവർത്തനം നടത്തി വെച്ചു എന്നതിനപ്പുറത്ത് അതിലേക്ക് ആവശ്യമായ ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പദ്ധതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇപ്പോഴാണ് അതിന്റെ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് 24-ാം തീയതി വെച്ചിരിക്കുന്നത്. അത് അതിന്റെ തടസ്സങ്ങളും അതിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി അത് ഉദ്ഘാടനം ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അത് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ അഭിമാനമായി കാണുക. ഈ പകൽ വീട് 2 തവണ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്ന എന്താണ് കൊട്ടമ്പാറ പകൽ വീട് അന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഇതേപോലെ അവസാനിക്കുന്ന സമയത്ത് അവര് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പോയി. അതിപ്പോ ഇവിടെ അംഗം ഉന്നയിച്ചത് അവിടെ ആവശ്യമായ ഫർണിച്ചറിലെ സംവിധാനങ്ങളില്ലാന്ന്. ഞാൻ അങ്ങ് അവിടെ സന്ദർശിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് ആവശ്യമായ ഫർണിച്ചറും ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് അവിടേക്ക് ജോലിക്കാരെ നിയമിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. ഒരു ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവുന്ന സമയത്താണ് പല പ്രൊജക്റ്റുകളും ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതൊരു പോരായ്മയാണ്. ഇതിനു മുമ്പും ഓരോ സാമ്പത്തിക വർഷവും നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പ്രവർത്തനങ്ങളായിരുന്നു. ഇപ്പോൾ LDF അംഗം ഒരുപാട് പോരായ്മകൾ സൂചിപ്പിച്ചു. ഈ LDF അംഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രക്ഷോഭങ്ങളും LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രക്ഷോഭങ്ങൾ നടത്തുകയല്ലാതെ UDFൻ്റെ പ്രവർത്തനങ്ങളെ, അവരുടെ ഭരണ പ്രവർത്തനങ്ങളെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അതിനൊരു ഫോളോ അപ്പ് LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അവരെ കൊണ്ടത് ഭരണസമിതിയെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ടത് LDFൻ്റെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അത് ആ രീതിയിലുള്ളൊരു ഫോളോ അപ്പ് LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നത് ഒന്ന് സ്വയം വിലയിരുത്തേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടായതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടൗൺ സ്ക്വയർ സൂചിപ്പിച്ചു. ടൗൺ സ്ക്വയർ
നിർമ്മാണത്തിന് വേണ്ടി DTPCക്ക് വിട്ടുകൊടുക്കുമ്പോൾ, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തും DTPCയും തമ്മിൽ വ്യക്തമായ ഒരു എഗ്രിമെന്റ് വെക്കേണ്ടതാണ്. ആ എഗ്രിമെന്റ് വെക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വാണിയമ്പലം ടൗൺ സ്ക്വയറിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് അത് ആസ്തി രജിസ്റ്ററിൽ, അതിന്റെ നിർമ്മിതികൾ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെതാക്കി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കാതിരുന്നത്. അവരാവശ്യപ്പെട്ടത് അവരുടെ നിർമ്മിതി അവരുടെ പേരിൽ നമ്പർ ഇട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ കൃത്യമായ ഒരു എഗ്രിമെന്റ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അത് ഈ 10 വർഷക്കാലം 4.5 കോടി രൂപ മുടക്കിയിട്ടുള്ള ആ പദ്ധതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 7 സെന്റ് ഭൂമി ലക്ഷക്കണക്കിന് രൂപ ഈ 10 വർഷം കൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമാനമായി വരേണ്ടിയിരുന്ന സാധനം ഇല്ലാതെ പോയിട്ടുള്ളത്. ഈ സമരങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ടൗൺ സ്ക്വയർ ഏറ്റെടുക്കേണ്ടി വന്നത്. അതേപോലെ തന്നെ ഇപ്പോ ഇവിടെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ UDF അംഗം അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫണ്ട് ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതിന്റെ സാഹചര്യം ഇതാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ, ആ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ ഉണ്ടാക്കി അംഗീകാരം വാങ്ങി ഓരോ മാസവും പദ്ധതി പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് ഫണ്ട് കൊടുക്കുന്ന സംവിധാനമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ആ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഫണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനവർക്ക് സമയം ഉണ്ടായിട്ടില്ല. മൂപ്പര് വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളവിടെ സൂചിപ്പിച്ചു. 2 വൈസ് പ്രസിഡന്റുമാരും 3 പ്രസിഡന്റുമാരും അതിന്റെ ആരൊക്കെ ആവണം എന്നുള്ള കടിപിടിയിലായിരുന്നവര്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഇതാകണം, പഞ്ചായത്തിനോട് ചേർന്ന് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ കാണിച്ചു തരട്ടെ, നിങ്ങള് പോയിങ്ങാണ്ട് അന്വേഷിക്കും. അവിടെ വണ്ടൂര് 2 ബസ് സ്റ്റാൻഡുകളില് യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ട്. അതിൽ മണൽമ സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ ലോട്ടറി കച്ചവടമാണ് നടക്കുന്നത്. സ്ത്രീകൾക്ക് അതിലേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളിലെയും അതേപോലെ തന്നെ ദീർഘദൂര യാത്ര നടക്കുന്ന സ്ഥലങ്ങളിലും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ വണ്ടൂര് 2 സ്റ്റാൻഡുകൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാണിയമ്പലത്ത് ഒരു സംവിധാനവും, വാണിയമ്പലം ടൗണിൽ എത്തുന്ന ആളുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടില്ല. ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ സ്ഥലം ആവശ്യമില്ല ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അത് സ്ഥലം നമ്മൾ നിർദ്ദേശിച്ചാൽ മതി. കളക്ടർക്ക് നാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണോ ആ ഭൂമി ഇരിക്കുന്നത് അത് ഇതിന് അനുയോജ്യമാണെങ്കിൽ കൈമാറിയിട്ട് തരുന്ന സംവിധാനമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു ഭരണ തുടർച്ച എന്ന് ഉദ്ദേശിച്ചത് 5 വർഷം കഴിഞ്ഞുള്ളതല്ല. ഓരോ വർഷവും അതിൻ്റെതായ ഒരു വികസന തുടർച്ച ഉണ്ടാവണമെങ്കിൽ ആ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അവിടെ ഉണ്ടാവണം. പക്ഷെ വണ്ടൂർ പഞ്ചായത്തിൽ ഇടക്കിടക്ക് പ്രസിഡന്റ് മാറുകയാണ്, വൈസ് പ്രസിഡന്റ് മാറുകയാണ്. ഇപ്പോൾ UDF ഉടമ്പടി പ്രകാരം ഒരു 2 തവണയൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ വണ്ടൂരിൽ 2ഉം കഴിഞ്ഞ് 3ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് പ്രസിഡന്റ് മാറുന്നത്. അതിൽ തന്നെ ഒരുപാട് UDFൽ പ്രശ്നങ്ങളുണ്ട്. ആരാണ് വൈസ് പ്രസിഡന്റായി ഉദ്ദേശിച്ച ആളല്ല പിന്നീട് ഇപ്പോൾ വൈസ് പ്രസിഡന്റായി വന്നിട്ടുള്ളത്. ഇതെല്ലാം ഈ ഭരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നില്ലേ? അത് UDFന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസന തുടർച്ചയാണ് അവിടെ സ്തംഭിക്കുന്നത്. അതിലേക്ക് കിടക്കുന്ന മുമ്പ് നേരത്തെ പറഞ്ഞൊരു കാര്യം, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് 5 വർഷത്തിനിടക്ക് ഇതിന്റെ പ്രതിപക്ഷം, പഞ്ചായത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷമല്ല എങ്കിലും സാങ്കേതികമായ 2 പാർട്ടികൾ അല്ലെങ്കിൽ 2 മുന്നണികളാണ്. 5 വർഷത്തിനിടക്ക് ഇവിടെ ഒരുപാട് സമരങ്ങൾ നടത്തി എന്ന് പറഞ്ഞു. ആ സമരങ്ങളിലൊക്കെ ആരോപിച്ചിട്ടുള്ളത് അഴിമതിയാണ്.
പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയാണ്. 5 വർഷക്കാലം മുമ്പ് മുതൽ ഒരുപാട് അഴിമതിയുടെ പരാതികളും പ്രശ്നങ്ങളും കൊടുത്തു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഒരു നിയമ നടപടി അന്വേഷണത്തിന് പോലും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ ബന്ധപ്പെട്ട സെക്രട്ടറിയോ ഒരു ഇയറിംഗിന് പോലും ഞാൻ എന്റെ പേരിലാണ് ഒന്ന് അഴിമതി ആലോചിച്ചത്. എന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റോ ഒരു അന്വേഷണത്തിന് പോലും എന്റെ അടുത്തൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട. അപ്പോ ഇവിടെ ആരോപിച്ചിട്ടുള്ള അഴിമതിയും ആരോപണങ്ങളും പരാതിയും ഒക്കെ ആ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ല, LDF ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രക്ഷോഭങ്ങൾ മാത്രമാണ് നടത്തുന്നത്, നിയമ നടപടിയിലേക്ക് പോകുന്നില്ല, അതാണോ യാഥാർത്ഥ്യം? പരാതി LDF അംഗത്തോടാണ് ചോദിക്കുന്നത്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രക്ഷോഭം മാത്രമാണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളല്ല, ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന്റെ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ. നിയമ നടപടികളുമായിട്ട് പോവാറുണ്ടോ ഇത്തരം ആരോപണങ്ങൾ? നിയമ നടപടികളിലേക്ക് പോവേണ്ട വിഷയങ്ങളെല്ലാം LDF നിയമ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഈ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ലൈഫ് മിഷനില് 385 ആളുകൾക്ക് എഗ്രിമെന്റ് വെക്കേണ്ടായിരുന്നു ലാസ്റ്റ്. അത് എഗ്രിമെന്റ് വെക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിയത്. സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ടൗൺ സ്ക്വയർ ഇപ്പോ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ ഇടപെട്ടിട്ടില്ല. അഴിമതിയുടെ കാര്യത്തിലേക്ക് ഞാൻ എത്താം. അഴിമതിയുടെ കാര്യത്തിലേക്ക് എത്താം. ഇതാണ് ഇപ്പൊ ഇവിടെ 9,38,98,825 രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്തപ്പോ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള നിർമ്മിതികൾ ഫുൾ സ്ട്രെങ്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ട് പോലും അക്രഡിറ്റഡ് ഏജൻസികൾക്ക് പണി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ളത്. ഈ രീതിയിൽ വർക്ക് കൊടുക്കുന്നത് കൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മത്സരാധിഷ്ഠിത ടെൻഡർ നടന്നിട്ടുണ്ട് വിചാരിച്ചെങ്കിൽ എമൗണ്ട് കുറച്ചാണ്ട് കോൺട്രാക്ടർമാർ കരാറെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവും. ഇത് 1 കോടി രൂപയുടെ വർക്കാണെങ്കിൽ 7% കമ്മീഷൻ ഈ ഏജൻസികൾക്ക് കൊടുത്ത് 93 ലക്ഷം രൂപയ്ക്ക് അവർക്ക് താല്പര്യമുള്ള കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് തന്നെയാണ് അതിൽ ഉള്ള അഴിമതി. അതിനോടനുബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക അഴിമതികൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേസും കാര്യങ്ങളുമായിട്ട് LDF മുന്നോട്ട് പോകും. ഇതാണ് ഇപ്പോഴേ ആ രീതിയിൽ പണി കഴിഞ്ഞിട്ടുള്ള ഒരു റോഡാണ് പാലാമടം വെള്ളാമ്പുറം റോഡ്. ഈ പാലാമടം വെള്ളാമ്പുറം റോഡ് പണി കഴിഞ്ഞ് 1.5 മാസമായപ്പോഴേക്കും പൊളിഞ്ഞ് വാഹന ഗതാഗതത്തിന് യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറി. രണ്ടാമത് പോടെ ആ കോൺട്രാക്ടർ പോയിട്ട് പണി പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നടക്കുന്നത് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഏജൻസികളെ ഏൽപ്പിക്കുകയും അതിൽ അഴിമതി നടക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടൂരിലെ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിങ്ങിന് ഇത് പരിശോധിക്കാനുള്ള അധികാരം ഉണ്ട് എന്നിരിക്കെ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിങ്ങിനെ അതിന് ഉപയോഗിക്കാതെ ഇത്തരം പ്രവൃത്തികൾ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കൊടുക്കുന്നതാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ഏറ്റവും വലിയ. ഞാനൊന്ന് ഇടപെടാം, നമുക്ക് സമയപരിമിതി ഉണ്ട്, നമ്മുടെ സമയം. അക്രഡിറ്റഡ് ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഈ വർഷം അക്രഡിറ്റഡ് ഏജൻസിക്ക് വർക്കില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിനകത്ത് ഇല്ല. അതുപോലെ തന്നെ 3 ഓവർസിയർമാരുടെ തസ്തിക ഉണ്ടായപ്പോൾ 1 ഓവർസിയർ ഉള്ളൂ. മമ്പാടിലെ എക്ക് ചാർജ് ആയിരുന്നു. ആ സമയത്ത് കുറച്ച് വർക്കുകൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അക്രഡിറ്റഡ് ഏജൻസി കൊടുത്തു. അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറയുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയ സംവിധാനമല്ല, സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. അതിന്റെ MD-മാരാരാണ്, അതിന്റെ മാനേജർമാരാരാണെന്നൊക്കെ പരിശോധിച്ചാൽ കൃത്യമായി അറിയും. അതില് കൃത്യമായി ഏജൻസിയെ ടെൻഡർ ചെയ്യുന്നു. ആ ഏജൻസി വീണ്ടും കരാറുകാർക്ക് ഈ മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ നൽകുന്നു. ആ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ഈ അക്രഡിറ്റഡ് ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും ഈ അക്രഡിറ്റഡ് ഏജൻസി ടെൻഡർ കഴിഞ്ഞ് അത് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുന്നതൊക്കെ ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കകത്ത് ഈ പറയുന്ന LDF-ന്റെ ഒരു മെമ്പർമാരും ഇതുവരെ ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, UDF-നുള്ള പ്രശ്നങ്ങൾ. അത് ഇടയ്ക്ക് പ്രസിഡന്റ് മാറുന്നു, വൈസ് പ്രസിഡന്റ് മാറുന്നു. ഇതെല്ലാം ഭരണത്തിനെ സ്വാധീനിക്കാറുണ്ടോ? ഭരണ വികസന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. ഇവിടെ പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും 2 മുന്നണികളാണ്. ആ മുന്നണികളുടെ ധാരണ പ്രകാരം ഒരു മുന്നണിയാണ്.
മുസ്ലിം ലീഗും കോൺഗ്രസ് രണ്ട് പാർട്ടികളും ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കകത്തുള്ള ധാരണ ഇപ്പൊ സംസ്ഥാനത്ത് പിന്നെ സ്പീക്കർ ആയിരുന്നത് പിന്നെ രാജേഷ് മിനിസ്റ്റർ ആയിരുന്നല്ലോ, അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറി സംസീർ സ്പീക്കർ ആയല്ലോ. പിന്നെ ഗോവിന്ദ മാഷ് പിന്നെ മന്ത്രി ആയിരുന്നല്ലോ, അയാൾ മാറി പാർട്ടി സെക്രട്ടറി ആയാലോ. അപ്പൊ സംസ്ഥാനത്ത് പിന്നെ ഭരണത്തിന് പിന്നെ കോട്ടം പ്രശ്നമൊന്നുമില്ല, അത് അവിടെ CPM തീരുമാനിക്കുന്നത് പോലെ മാറാനും വണ്ടൂർ ഗ്രാമപഞ്ചായത്തില് ഈ സംവിധാനം ഒന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് UDF വണ്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് UDF എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, രണ്ട് പാർട്ടി ഒരു മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി യോജിക്കുന്നു, അതിനകത്തുണ്ടാവും. അതല്ലാതെ ഇവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് പദവി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പദവി മാറിയത് കൊണ്ടോ ഇവിടെ പിന്നെ ഇതുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനെ മറ്റു ഗ്രാമപഞ്ചായത്തുകളെ പോലെ നിങ്ങൾ ചിത്രീകരിക്കല്. ഇവിടെ 11-11 ടോസിൽ വന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകേണ്ടത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആരാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ? പിന്നെ CPMന്റെ പ്രതിനിധി ആയിട്ടുള്ള ആളല്ലേ. ആ CPMന്റെ പ്രതിനിധി ആയിട്ടുള്ള ആള് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് നൽകേണ്ട ഫണ്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് ആരോപിക്കുമ്പോൾ ആദ്യം ആരോപിക്കേണ്ടത് ഇതിന് നേതൃത്വം കൊടുക്കേണ്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ആരാ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്? ആരാണ് പദ്ധതിയുടെ മോണിറ്റർ നടത്തേണ്ടത്? ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്? അപ്പോ അത് പിന്നെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വീഴ്ചയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഇവിടെ പരിപാടികൾ നടക്കുമ്പോ പിന്നെ ഉദ്ഘാടനങ്ങൾ നടക്കുമ്പോ ഫ്ലെക്സില് ഫോട്ടോ വെക്കാൻ വേണ്ടി മാത്രമല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഉത്തരവാദിത്തമില്ലേ? അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ അവര് പരാജയപ്പെട്ടു എന്നാണോ ഇവിടെ ആരോപിക്കുന്നത്? ഓക്കെ, നമ്മുടെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് പറയാം, വണ്ടൂർ ടൗണാണ് വണ്ടൂർ പഞ്ചായത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വണ്ടൂർ ടൗണിൽ വന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരുപാട് പോരായ്മകൾ കാണാം. അത് ഗതാഗത കുരുക്കായാല്, അവിടുത്തെ ടൗൺ നവീകരണം, അത് MLA ഉൾപ്പെടെ മുൻകൈ എടുക്കേണ്ടതാണ്. എന്നാലും ഗ്രാമപഞ്ചായത്തിന് കൃത്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെന്നോ നടന്നിരുന്നു. ടൗൺ നവീകരണം, ഗതാഗത കുരുക്കിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ. ഇപ്പോൾ കുറേ സ്ഥലത്ത് തെരുവ് വിളക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം നിൽക്കുന്ന മഞ്ചേരി റോഡിലടക്കം തെരുവ് വിളക്കുകൾ ഇപ്പോൾ കത്തുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കംഫർട്ട് സ്റ്റേഷൻ, ഓവുചാലുകൾ, ഡ്രെയിനേജ് സിസ്റ്റം, ഇതെല്ലാം ടൗണിലുള്ള ജനങ്ങളിൽ നിന്ന് ഒരുപാട് പരാതികൾ നിരന്തരം കേൾക്കുന്നതാണ്. ഈ ഓവുചാല് കൃത്യമായി ശുചീകരിക്കാതെ സ്ലാബ് ഇടാതെ അതിൽ വീഴുന്ന സാഹചര്യം, അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും കൃത്യമായി കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുജനങ്ങളിൽ നിന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വണ്ടൂർ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മഞ്ചേരി റോഡും അതുപോലെ തന്നെ കാളികാവ് റോഡും ഡ്രെയിനേജ് സംവിധാനത്തോടു കൂടി നവീകരിച്ചു കഴിഞ്ഞു. പാണ്ടിക്കാട് റോഡും നിലമ്പൂർ റോഡും നവീകരിക്കുന്നതോടൊപ്പം തന്നെ വണ്ടൂർ ടൗണിലെ ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 5 കോടി രൂപ ബജറ്റിനകത്ത് വന്ന് അതിന്റെ സാങ്കേതികത്വത്തിൽ നിന്ന് ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ ആ 5 കോടിയിൽ പിന്നെ 3 കോടി രൂപ ടൗൺ നവീകരണത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ള തുക ആ സ്ഥലം അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ സാങ്കേതികത ഉണ്ടായത് കൊണ്ട് അത് രണ്ടും 2 പ്രൊജക്റ്റ് ആക്കി. ഇപ്പൊ പാണ്ടിക്കാട് റോഡും അതുപോലെ തന്നെ നിലമ്പൂർ റോഡും ഡ്രെയിനേജോട് കൂടി നവീകരിക്കുന്നതിന് വേണ്ടി ടെൻഡർ നടപടി പൂർത്തിയായി ഇതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ബൈപ്പാസ് റോഡിൽ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സംവിധാനത്തിന്റെ കാലതാമസം എന്നുണ്ട്. അപ്പൊ മഞ്ചേരി റോഡ് നവീകരിച്ചു 1ാം ഘട്ടം, 2ാം ഘട്ടം കാളികാവ് റോഡ് നവീകരിച്ചു. അതുപോലെ തന്നെ വണ്ടൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് ഇതുവരെ കേസിനകത്ത് കിടക്കിയിരുന്നു. കേസ് പഞ്ചായത്തിന് അനുകൂലം. അവിടെ നമുക്കറിയാം TK ഹംസ MP ആയിരുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റേജ് കൊണ്ടുവന്നു, 2 പില്ലറിൽ നിൽക്കിയിരുന്നു. അത് ഹംസാക്കയുടെ പോരായ്മയാണെന്ന് ഞങ്ങൾക്ക് ആരോപിക്കാം. ഇത്രയും കാലമായിട്ട് അത് പൂർത്തീകരിച്ചില്ല എന്ന് പറയാം. പക്ഷെ അത് ജൂപ്പിറ്റർ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കേസിലായിരുന്നു. ആ കേസ് അനുകൂലമായി വിധി വന്ന് ഇപ്പൊ 40 ലക്ഷം രൂപ MLA അനുവദിച്ച് അവിടെ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിന്റെ പണി ആരംഭിച്ചു. അവിടെയും CPM ചെന്നു, പത്രക്കാരെ വിളിച്ചു, അവിടെ പറഞ്ഞു ഇത് MLAക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു നാടിന്റെ വികസനം വരുമ്പോ അഴിമതി ആരോപിക്കുക എന്നതിനപ്പുറത്ത് അതിന് കൂടി നാടിന്റെ വികസനം നടപ്പിലാക്കിയല്ലേ വേണ്ടത്. ചുരുങ്ങിയ വാക്കുകൾ പറയാം. ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വികസനങ്ങൾ നടക്കാത്തതും അതേപോലെ തന്നെ കിട്ടിയിട്ടുള്ള ഫണ്ട് ചെലവാക്കാത്തതും എല്ലാം അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ UDFന്റെ പ്രതിനിധി. ഇവിടെ വണ്ടൂർ ടൗണിലെ ഡ്രെയിനേജുകളുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ടൗൺ നവീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്.
മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോ ടൗണിലും ഡ്രെയിനേജുകൾ വൃത്തിയാക്കേണ്ട ചുമതല അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ഓരോ ടൗണിലും എത്തുന്ന ആളുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. അതാത് ഗ്രാമപഞ്ചായത്തുകളിലെ യുവാക്കൾക്ക് വേണ്ട തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകളും അവരുടെ കായികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതും ഗ്രാമപഞ്ചായത്താണ്. വയോജനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ കൃത്യമായിട്ടും ഏർപ്പെടുത്തേണ്ടത്. ഞാൻ പകൽ വീടിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത വാർഡ് മെമ്പറാണ്. ഇദ്ദേഹം ആ ഉദ്ഘാടനത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ പോയി നോക്കട്ടെ. ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പകൽ വീടിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം ഉണ്ടോ? ഇവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സംവിധാനം അവിടെ ഉണ്ടോ? അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ടോ? അവർക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു TV എങ്കിലും ആ പകൽ വീടിനകത്തുണ്ടോ? ഇതൊന്നും സൂചിപ്പിക്കാൻ പാടില്ല. 9 വർഷക്കാലമായി പണി പൂർത്തീകരിച്ചിട്ടുള്ള ബഡ്സ് സ്കൂള് ഇന്നും അവിടെ ഉദ്ഘാടന തർക്കം, ആര് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള തർക്കം കാരണം 4-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് നടത്താതെ മാറ്റി വെച്ചിരിക്കുക. ഇനി 24-ാം തീയതിയാണ് പോലും. ഇത്തരത്തില് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതകളോടും യുവജനങ്ങളോടും അതേപോലെ തന്നെ വയോജനങ്ങളോടും ഈ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളോടും ഒരു പ്രതിബദ്ധതയുമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അധികാരം ആരുടെ കൈകളിലേക്ക് വരണം? ഇപ്പോൾ അവിടെ സൂചിപ്പിച്ചു 3 പ്രാവശ്യ പ്രസിഡന്റ് മാറ്റം, 2 മാറ്റം വൈസ് പ്രസിഡന്റ് മാറ്റം. ഒരു സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വനിതാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്രാവശ്യം. അതോ ഭരണരംഗത്ത് ഇതിന്റെ മുൻപരിചയമില്ലാത്ത ആളുകൾ വന്നിരിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്. അത്തരത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് 100 കോടി രൂപയോളം വിവിധ സർക്കാരുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതും അതേപോലെ ജനങ്ങളേറ്റവും എത്തുന്ന പ്രദേശങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് പോലുള്ള പദ്ധതികൾ ഉണ്ടാക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പദ്ധതികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നതും യുവാക്കളോടും ആരോഗ്യ മേഖലയോടും വിദ്യാഭ്യാസ മേഖലയോടും കാർഷിക മേഖലയിലെ കർഷകരോടും ഇത്തരത്തിലുള്ള ജനദ്രോഹമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി കാണാം. നന്ദി, നമസ്കാരം.